ജന്നഹ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഖുർആൻ മറ്റൊരിടത്ത് ചോദിക്കുകയാണ്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലത്തെ പ്രയാസങ്ങളൊന്നും അറിയാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? മസ്സതുഹും അൽളറാഉ വൽ ബഅസാ, മസ്സതുഹുൽ ബഅസാഉ വൽളറാഉ വസുൽസിലൂ, നിങ്ങളുടെ മുൻഗാമികൾക്ക് പ്രയാസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. മനസ്സമാധാനമില്ലാതെ, മനസ്സുഖമില്ലാതെ, കഷ്ടപ്പാടും യാതനകളുമായി കഴിഞ്ഞുകൂടവെ വസുൽസിലൂ, അവർ നിലകൊണ്ട ഭൂമിയെ അല്ലാഹു പിടിച്ചു കുലുക്കുകയും ചെയ്തപ്പോൾ ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹ, അമ്പിയാക്കന്മാരും അവരുടെ കൂടെ നിന്ന ആളുകളും പറഞ്ഞുപോയി, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടുവോ, അല്ലാഹു നമ്മെ കൈവടിഞ്ഞോ എന്ന് അമ്പിയാക്കന്മാർ പോലും പറയുമാർ പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും അറിയാതെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുമോ? അല്ലാഹു ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓതി വെച്ച ആയത്തിലേക്ക് വരുന്നു. എന്തിനായിരുന്നു അല്ലാഹു പ്രയാസങ്ങൾ വരുത്തി വെച്ചത്? എന്തിനാണ് ലോകത്ത് അല്ലാഹു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? എന്തിനാണ് പടച്ച തമ്പുരാൻ പരീക്ഷണങ്ങൾ ഒന്നിന്റെ പിറകെ മറ്റൊന്നായി കൊണ്ടുവന്നത്? ലഅല്ലഹും യതളറഊൻ, അല്ലാഹുവിലേക്ക് ഖേദിച്ച് അവർ താണുകേണു മടങ്ങാൻ വേണ്ടി, അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി പ്രയാസങ്ങൾ ഉണ്ടായി. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുന്ന പോലെ സമ്പത്തുള്ള ആളുകൾ അല്ലാഹുവിനെ ഓർക്കുന്നുണ്ടാവില്ല. അത് മനുഷ്യന്റെ ഒരു സൈക്കിക് സ്റ്റേറ്റാണ്, മനുഷ്യന്റെ മാനസികമായൊരു നില അങ്ങനെയാണ്. അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുത്തു നന്നാവാൻ വേണ്ടി. പരീക്ഷണം കൊടുത്തു നന്നായ ആളുകൾ അല്ലാഹു രക്ഷപ്പെടുത്തി. പരീക്ഷണം കൊടുത്തിട്ട് നന്നാവാതെ വന്നവർ അല്ലാഹു ചോദിച്ചു, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ, فلولا إذ جاءهم بأسنا تضرعوا, നമ്മുടെ പ്രയാസങ്ങൾ വന്നപ്പോൾ, നമ്മിൽ നിന്ന് പരീക്ഷണങ്ങൾ വന്നപ്പോൾ എന്തേ അവർ അല്ലാഹുവിലേക്ക് മടങ്ങാതെ വന്നത്? وزين لهم الشيطان ما كانوا يعملون, തിന്മകൾ മുഴുവനും നിർത്തിവെച്ച് എന്തുകൊണ്ട് സമൂഹം അല്ലാഹുവിലേക്ക് തിരിച്ചു വന്നില്ല? അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മകൾ തന്നെ ശരിയെന്ന് പിശാചവരോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്തേ അവർ തോന്നിവാസങ്ങൾ നിർത്തിവെക്കാതിരുന്നത്? എന്തുകൊണ്ട് മദ്യപാനവും വ്യഭിചാരവും നിർത്തിയില്ല? എന്തുകൊണ്ട് കൊള്ളയും കൊള്ളിവെപ്പും നിർത്തിയില്ല? എന്തുകൊണ്ട് അനാചാരങ്ങൾ അവസാനിപ്പിച്ച് അല്ലാഹുവിലേക്ക് തിരിച്ചു വന്നില്ല? അല്ലാഹു ചോദിക്കുകയാണ്. അല്ലാഹു എന്ത് ചെയ്തു? ഏതൊരു വിഷയം ഓർമ്മപ്പെടുത്താനായിരുന്നുവോ അവർക്ക് പരീക്ഷണങ്ങൾ കൊടുത്തത്, ആ വിഷയം അവർ ഓർക്കാതെ വന്നപ്പോ, പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് നന്നാകാതെ വന്നപ്പോ അല്ലാഹു എന്ത് ചെയ്തു? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, സർവത്തിന്റെയും കവാടങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ നാം തുറന്നു കൊടുത്തു. അല്ലാഹു പറയാണ്, എല്ലാ തിന്മയുടെയും കവാടങ്ങൾ അല്ലാഹു തുറന്നു വെച്ചു കൊടുത്തു. തിന്മകൾ ചെയ്യാൻ എല്ലാ സാഹചര്യങ്ങളും, അതിന് വണ്ടിയും കാശും സംവിധാനങ്ങളും ടെക്നോളജിയും എല്ലാം അല്ലാഹു അങ്ങോട്ട് തുറന്നു കൊടുത്തു. ഏത് എക്സ്റ്റെന്റ് വരെ മനുഷ്യൻ പോകുമെന്ന് നോക്കാൻ. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാറ്റിന്റെയും കവാടങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു തുറന്നു കൊടുത്തു. അല്ലാഹു മുൻ സമുദായങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇത് അല്ലാഹുവിന്റെ രീതിയാണ്. എല്ലാം കൂടെ തുറന്നു വെച്ചു കൊടുത്തു. പരീക്ഷണങ്ങൾ കൊണ്ട് നന്നാകാതെ വന്നപ്പോ സർവ്വ സുഖങ്ങളും. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു,
അവർക്ക് നൽകപ്പെട്ടതിൽ സന്തുഷ്ടരായി മതിമറന്ന് സന്തുഷ്ടരായി ജീവിച്ചിരിക്കെ വളരെ പെട്ടെന്ന് നാം അവരെ പിടികൂടുകയുണ്ടായി. അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഈ ഒരൊറ്റ ആയത്ത് ഇത് മാത്രം മതി അള്ളാഹു എന്താണ് ഈ ലോകത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ചരിത്രത്തിലൂടെ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ചരിത്രം സൃഷ്ടിക്കാതിരിക്കുക. അതാണ് തിന്മയുടെ ചരിത്ര സൃഷ്ടി നമ്മിൽ നിന്നുണ്ടാകരുത്. ഇതിലേക്കുള്ള സൂചനയാണ് പരിശുദ്ധ ഖുർആൻ ഈ നൽകുന്നത്. സൗദി അറേബ്യയുടെ ഈസ്റ്റ് സൗത്തിലേക്ക് മാറിയിട്ട് UAE-യുടെ സൗദിയുടെ നോർത്ത് ഈസ്റ്റിലേക്കും UAE-യുടെ ഒക്കെ സൗത്ത് ഈസ്റ്റിലേക്കും മാറിയിട്ട് വിശാലമായ ഒരു മരുഭൂമിയുണ്ട്. ആ മരുഭൂമിയുടെ പേര് എൻസി ക്വാർട്ടർ എന്നാണ്. റുബുൽ ഖാലി എന്ന് പറയുന്ന പ്രദേശം. ആർക്കിയോളജിക്കൽ സർവേ കണ്ടെത്തിയിട്ടുള്ളത് ദശലക്ഷക്കണക്കിന് ആളുകൾ ജീവിച്ചിരുന്ന വലിയൊരു സാമ്രാജ്യത്തെ ഭൂമിക്കടിയിലേക്ക് മറിച്ചിടപ്പെട്ട ഒരു പ്രദേശമാണ്. ഏറ്റവും ഭീഭത്സമായ സാൻഡ് ഡ്യൂണുകളുള്ള മരുഭൂമി ഒന്നേ ഒന്നുള്ളൂ, അത് ഈ റുബുൽ ഖാലിയാണ്. എംറ്റി ക്വാർട്ടർ എന്ന് പറയുന്ന ഈ മരുഭൂമിയാണ്. വലിയ മരുഭൂമിയുണ്ട്, സഹാറ മരുഭൂമി. തീർത്തും മനുഷ്യന് ഉപയോഗപ്രദമല്ലാത്ത അത്രയും ഡേഞ്ചറായ ഒരു പ്രദേശം ലോകത്ത് വേറെയില്ലെന്നാണ്. എന്താ സംഭവിച്ചത്? സംസ്കാരങ്ങളെ കീഴ്മേൽ മറിച്ചിടപ്പെട്ടതാണ്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമുദായം ഉണ്ടായിരുന്നു. സദോം എന്ന് പറഞ്ഞ സദൂമിൽ ജീവിച്ചു പോയവർ, ലോകത്ത് മനുഷ്യർ അതുവരെ ചെയ്തിട്ടില്ലാത്ത തിന്മയെ തുടങ്ങി വെച്ചവർ, അവരെ അല്ലാഹു കീഴ്മേൽ മറിച്ചിട്ടിട്ടുണ്ട്. അത് കുറച്ചങ്ങ് മാറി ഡമസ്കസിനപ്പുറം പലസ്തീനിനപ്പുറം ചാവുകടലിന്റെ അടുത്ത് ഡെഡ് സീയുടെ അടുത്താണ് കിടക്കുന്നത്. അതിന്റെയൊക്കെ മുമ്പ് ഇങ്ങ് സൗദിയുടെ മധ്യത്തിൽ കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ് നമ്മൾ ഈ പറയുന്ന എംറ്റി ക്വാർട്ടർ. അല്ലാഹു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത് ഇറാഖിലെ ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലുള്ള ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ്. നമ്മുടെ മക്കളൊക്കെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്നവരാണ്. മെസപ്പൊട്ടോമിയൻ നാഗരികത, അവിടെയാണ് നൂഹ് അലൈഹിസ്സലാം വന്നത്. അവിടെയാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തെ വെള്ളപ്പൊക്കമുണ്ടായത്. അവിടെ നിന്ന് പൊങ്ങിയ വെള്ളത്തിലാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പൽ അങ്ങ് സഞ്ചരിച്ച് തുർക്കിയുടെ വടക്കേ അറ്റത്തേക്ക് ചേർന്ന് അറാറത്ത് പർവ്വതത്തിന്റെ മുകളിൽ ജൂതി പർവ്വത മലമടക്കുകളിൽ നങ്കൂരമിട്ടത്. ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ ഖുർആൻ ചർച്ച ചെയ്ത ചരിത്രങ്ങളാണ്. എത്രയോ സമുദായങ്ങളെ അള്ളാഹു കൈകാര്യം ചെയ്ത രീതിയാണ് ഈ പറയുന്നത്. അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കും. അതിൽ നന്നാകാതെ വരുമ്പോൾ അള്ളാഹു സർവ്വ തിന്മയുടെയും കവാടങ്ങൾ അവർക്ക് തുറന്നു വെച്ചു കൊടുക്കും. അവരിഷ്ടം പോലെ ചെയ്തു കൂട്ടാൻ പിന്നെ അള്ളാഹു അവരെ പിടിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഖുർആനിന്റെ സമീപനത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുകയാണ് ഈ സദസ്സ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഏത് സ്റ്റേജിലാണ്? കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിലാണോ നമ്മൾ? അതല്ല, അത് മാറിയിട്ട് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ മുമ്പിൽ തിന്മയുടെ സർവ്വവാതായനങ്ങളും അള്ളാഹു തുറന്നു വെച്ച് സമൂഹത്തെ പിടികൂടാൻ അള്ളാഹുവിന്റെ ശിക്ഷയുടെ കഠിനമായ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണോ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന്റെ യുവതലമുറയെ അല്ലാഹു ഹിദായത്തിലേക്ക്, നന്മയിലേക്ക് നയിക്കുമാറാകട്ടെ. നമ്മളാണ് ഈ പ്രപഞ്ചത്തിന്റെ നാശം എപ്പോൾ വേണമെന്ന് നിശ്ചയിക്കുന്നത്. നമ്മളാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു എപ്പോൾ നശിപ്പിക്കണം എന്ന് അല്ലാഹുവിന്റെ മുഅല്ലഖായ ഒരു തീരുമാനത്തിന്റെ കാരണങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മളാണ്. പറഞ്ഞു വരുന്നത്, അന്ത്യനാൾ സംഭവിക്കേണ്ടത് എപ്പോൾ സംഭവിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘദർശനം ചെയ്തു പറഞ്ഞു. അത് മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ സമൂഹത്തിന്റെ സംസ്കാരം എപ്പോഴാണോ തകർന്നടിയുന്നത്, പാശ്ചാത്യന്റേതുപോലെ മൃഗതുല്യമായ സംസ്കാരമായി മുഅ്മിനിന്റേത് എപ്പോൾ മാറുമോ അവിടെ തുടങ്ങുന്നു അന്ത്യനാളിന്റെ അടയാളങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ലാ തഖൂമുസ് സാഅതു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ മാത്രം ജീവിച്ചിരിക്കുന്ന സമൂഹത്തിലെ അന്ത്യനാൾ സംഭവിക്കുകയുള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഏറ്റവും മോശപ്പെട്ടവർ മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ സർവമാന സംവിധാനങ്ങളെയും അല്ലാഹു തകർത്തടിയുകയും തകർത്ത് തരിപ്പണമാക്കി ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്ന് അല്ലാഹു പറയുന്നത്, കടലുകൾ കരകവിഞ്ഞൊഴുകുമെന്ന് പറയുന്നത്, കടലുകൾ കത്തിക്കപ്പെടുമെന്ന് പറയുന്നത്, ഭീമാകാരങ്ങളായ ഗോള സമൂഹങ്ങൾ താരകങ്ങളെ അല്ലാഹു ഉതിർത്തി വീഴ്ത്തുന്നത് എല്ലാം ഭൂമിയിൽ ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരം മാറുമ്പോഴാണ്, അവർ അല്ലാഹുവിൽ നിന്ന് അകലുമ്പോഴാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ അലം നജ്അലിൽ അർള മിഹാദാ, ഈ ഭൂമിയെ നിങ്ങൾക്ക് നാം തൊട്ടില് പോലെ മനോഹരമായി സംവിധാനിച്ചില്ലയോ? അല്ലാഹു ചോദിക്കാൻ. എന്തായി തൊട്ടിലെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മനോഹരമായി കുഞ്ഞിനെ ഉറങ്ങാൻ ഇടം നൽകുന്ന അവസരം നൽകുന്ന വേദിയാണ് തൊട്ടില്. മിഹാദ് ക്രാഡിൽ, കുട്ടിയുടെ മടിത്തട്ടില് പോലെ ഈ ഭൂമി അല്ലാഹു നിങ്ങൾക്ക് സംവിധാനിച്ചില്ലയോ? വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ നിങ്ങൾക്ക് നാം ഛായയായി ഭൂമിയെ ചാഞ്ചാടാതെ നിലനിർത്താനുള്ള ഭൂമിക്ക് മേൽ ആണിയടിച്ചതുപോലെ പർവ്വതങ്ങളെ സ്ഥാപിച്ചു തന്നില്ലയോ? പിന്നെ എന്തേ ഇവിടെ ഭൂചലനങ്ങൾ ഉണ്ടാകും?